إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ സാക്ഷാത്കരിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ, ഈ പരിശുദ്ധ റമളാനിൽ അത് സാക്ഷാത്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ടൊന്നു മാത്രം ഒരു റമളാൻ മാസത്തിൽ കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നീട്ടി നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനസ്സിൽ തൊട്ട് നമ്മൾ തിരിച്ചറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹിക ലോകത്ത് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും അമൂല്യമായ, എല്ലാവർക്കും ലഭിക്കാത്ത അസുലഭമായ അപാരമായ അനുഗ്രഹമാണ് റമളാൻ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുക എന്നുള്ളത്. റമളാൻ വീണ്ടും വീണ്ടും നമ്മുടെ ആയുസ്സിൽ ആവർത്തിക്കപ്പെടുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഇഖ്ലാസോടെ, ഈമാനോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും റമളാൻ പൂർത്തിയാക്കാനും ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അല്ലാഹുവിന് നന്ദിയുള്ളവരാകാൻ നമ്മൾ തയ്യാറെടുക്കണം. ഈ റമളാൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന് സ്തുതികൾ അർപ്പിക്കണം. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറൻ വബാത്തിന അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, റമളാൻ മാസം മറ്റു മാസങ്ങളിലില്ലാത്ത വിധം സൽക്കർമ്മങ്ങളിൽ അധ്വാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരമൊരുക്കിയ മാസമാണ്. അതാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് അവിടുന്ന് നമുക്ക് കാഴ്ചവെച്ചത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ റമളാനിലെ ജീവിതത്തെപ്പറ്റി പറയുന്നു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ റമളാൻ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിലില്ലാത്ത വിധം റമളാൻ മാസത്തിൽ കഠിനമായി നന്മകളിൽ പരിശ്രമിക്കുകയും മുന്നേറുകയും ചെയ്യാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ മാസത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മുടെ സുഹൃതങ്ങൾ ഫലവത്താകാൻ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഥമവും പ്രധാനവുമായി നമ്മുടെ ഇബാദത്തുകളിൽ, സൽക്കർമ്മങ്ങളിൽ അല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം മരിക്കുവോളം നമ്മൾ സ്ഥാപിക്കേണ്ടുന്ന മഹത്തായ അടിത്തറ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ അൽ ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം സൽപ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ, നന്മകൾ കാഴ്ചവെക്കുക എന്ന ദീനിന്റെ അടിത്തറ, അതിന്മേലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്ഥാപിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങൾ,
നമ്മുടെ ഇബാദത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്തിൽ പറഞ്ഞുവല്ലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇഖ്ലാസുള്ളവരായി, ദീൻ അല്ലാഹുവിന് മാത്രം കാഴ്ചവെക്കുന്നവരായി, ശിർക്കിനോട് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ അംശം വകവെച്ച് നൽകുന്ന, അതിന്റെ ലാഞ്ചന പോലുമില്ലാത്ത, സമ്പൂർണമായി അള്ളാഹുവിന്റെ അവകാശങ്ങൾ, ആരാധനകൾ അള്ളാഹുവിന് അർഹമായത് അവന് മാത്രം കാഴ്ചവെക്കുന്ന ഇഖ്ലാസുള്ളവരായി, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി, നിസ്കരിക്കാനും സകാത്ത് നിർവഹിക്കാനും അങ്ങനെ ദീൻ കാഴ്ചവെക്കാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് യഥാർത്ഥ ദീൻ, അതാണ് ശരിയായ ദീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ അഖിലവും, നമ്മുടെ നന്മകൾ അതെത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അല്ലാഹുവിന് മാത്രം നൽകുക എന്നതാണ് നമ്മുടെ ഇബാദത്തുകളിൽ, വിശിഷ്യ റമളാനിൽ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിച്ച് സ്ഥാപിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം നൽകുന്നതല്ലാതെ സ്വീകരിക്കുകയില്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് മാത്രം തനിച്ചാക്കി നൽകുന്നതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ മാത്രം പ്രതിഫലം മോഹിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അവനെ മാത്രം കാണിക്കാൻ, അവനെ മാത്രം കേൾപ്പിക്കാൻ, അവനെ കൊണ്ട് മാത്രം പറയിപ്പിക്കാൻ, അവനെ മാത്രം ബോധിപ്പിക്കാൻ മറ്റാരുടെയും പുകഴ്വാചകങ്ങളോ പ്രശസ്തിയോ പെരുമയോ അതുപോലെ ഗുഡ് സർട്ടിഫിക്കറ്റോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആരെയും പറയുന്നിട്ടല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, ആരും ചോദ്യം ചെയ്യുമെന്ന ഭയത്തിലല്ല, ആരെയും അനുകരിച്ചിട്ടല്ല. സാമ്പ്രദായികമായി പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്ത് റമളാനിൽ കാഴ്ചവെക്കുന്ന ഇബാദത്തുകളിൽ ഞാനും അങ്ങ് ഒഴുക്കിനൊപ്പം സഞ്ചരിക്കട്ടെ എന്ന അലസഭാവത്തിലല്ല, മറിച്ച് അള്ളാഹു എനിക്കത് നിയമമാക്കി, അള്ളാഹുവിന്റെ കൽപ്പനയാണിത്, അവനിതിന് കണക്കില്ലാതെ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു, അവന്റെ സ്വർഗമാണ് ഞാൻ മോഹിക്കുന്നത്, ഇതെനിക്ക് വേണ്ടി, എന്റെ പരലോകത്തിനു വേണ്ടി, എനിക്ക് സ്വർഗം നേടാൻ ഞാൻ പ്രവർത്തിക്കട്ടെ അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്തിൽ ഇഖ്ലാസ് ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ ഓരോന്നും. സഹോദരങ്ങളെ, അതില്ലാത്ത ഹൃദയത്തിൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്ഥാപിക്കാത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ, നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല, യാതൊരു പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, റുബ്ബ സ്വാഇമിൻ ഹല്ലുഹു മിൻ സിയാമിഹിൽ ജൂഉ വൽ അതശ് വറുബ്ബ ഖായിമിൻ ഹല്ലുഹു മിൻ ഖിയാമിഹിസ് സഹർ. എത്രയെത്ര നോമ്പുകാരാണ് അവർ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ നോമ്പിൽ നിന്ന് അവർ സമ്പാദിച്ചത്, നേടിയത് ദാഹവും വിശപ്പും മാത്രമാണ്. ദാഹം സഹിച്ചു, വിശപ്പ് സഹിച്ചു എന്നതല്ലാതെ അവരെ നോമ്പ് കൊണ്ടൊന്നും അവർ നേടുന്നില്ല. എത്ര നിസ്കാരക്കാരാണ് രാത്രി ദീർഘനേരം നിന്ന് നിസ്കരിച്ചവർ, രാത്രിയുടെ അന്ത്യയാമങ്ങളെ സജീവമാക്കിയവർ, അവർ നിസ്കാരം കൊണ്ടവർ നേടിയത് ഉറക്കമൊഴിക്കുക എന്നത് മാത്രമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള നിസ്കാരമായി നോമ്പായി നമ്മുടെ നോമ്പും നിസ്കാരവും അതപ്പതിച്ചുകൂടാ. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക, ദാഹം സഹിക്കുക, അത്ര തന്നെ. അതിനപ്പുറത്തൊരു നോമ്പിന്റെ ജീവനും ആത്മാവും അവർക്കറിയില്ല. സഹോദരങ്ങളെ, ശരീരത്തിന് നോമ്പുണ്ടാകണം, ശരിയാണ്. ദാഹവും വിശപ്പും സഹിച്ച് നമ്മുടെ ശരീരം നോമ്പനുഷ്ഠിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കണ്ണിനും കാതിനും വാക്കിനും പ്രവർത്തിക്കും, നമ്മുടെ മൗനത്തിനും നമ്മുടെ ചലനത്തിനും അടക്കത്തിനും നമ്മുടെ മനോവ്യാപാരങ്ങൾക്കും ചിന്തകൾക്കും വരെ നോമ്പുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ അള്ളാഹു ഹറാമാക്കിയതൊന്നും നമ്മുടെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പോലും നോമ്പിൽ സ്പർശിച്ചുകൂടാ, നമ്മെ ബാധിച്ചുകൂടാ. അതോടൊപ്പം നമ്മൾ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിനെ പ്രേരിപ്പിക്കുന്നു, സഹായിപ്പിക്കുന്നു, പ്രചോദനവും പ്രേരണയും നൽകുന്നു എന്നത് മാത്രം. അതുകൊണ്ട് നമ്മുടെ നോമ്പും നിസ്കാരവും അള്ളാഹുവിന് വേണ്ടി അവൻ നിർവഹിക്കാൻ പറഞ്ഞ രൂപത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഇഖ്ലാസോടെയും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയോടെയും ആയിരിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, മാ കാന ലില്ലാഹി യബ്ഖാ, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതേ നിലനിൽക്കുകയുള്ളൂ, അതേ നമുക്ക് പരലോകത്ത് നന്മയായി പ്രതിഫലം ലഭിക്കുന്ന സുഹൃതമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വകുല്ലു മാ ലം യകുൻ ലില്ലാഹി ലാ യൻഫഅ വലാ യദൂം. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആരെയെങ്കിലും കാണിക്കാനാണോ, ആരെയെങ്കിലും പറയിപ്പിക്കാനാണോ, ആരുടെയെങ്കിലും ആക്ഷേപം ഭയന്നിട്ടാണോ നന്മ ചെയ്യുന്നതും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും? ഇങ്ങനെ ഭൗതികമായ സൃഷ്ടികളിലേക്ക് വ്യതിചലിക്കുന്ന എന്തെങ്കിലും തേട്ടമോ ലക്ഷ്യമോ ചിന്തയോ ആണോ നമ്മെ നന്മകൾ പ്രവർത്തിക്കാനും റമളാനിൽ ഇബാദത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുന്നത്? ലാ യൻഫഅ വലാ യദൂം. അതുകൊണ്ടൊരു ഉപകാരവും ലഭിക്കുകയില്ല, അതുകൊണ്ടൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അള്ളാഹുവിന് മാത്രം ചെയ്യുന്നതേ നിലനിൽക്കൂ എന്ന് നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ,
നമ്മുടെ നന്മകളിൽ, റമളാനിലെ നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർദായ ഇബാദത്തുകൾ. ഫർദായ നോമ്പാണ് റമളാനിൽ നാം അനുഷ്ഠിക്കുന്നത്. ഫർദായ നിസ്കാരങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ദീനിന്റെ നെടുംതൂണുകളായിട്ടുള്ള ഇബാദത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ സുന്നത്തായ ഇബാദത്തുകളോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ നമ്മൾ സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ഫലവത്തായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് നമുക്ക് മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഫർദായ ഇബാദത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമായ ഓരോ രംഗത്തും അള്ളാഹു നമുക്ക് നിയമമാക്കിയ കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. നമുക്കുമേൽ നിർബന്ധമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിയമമാക്കിയിട്ടുള്ള ഇബാദത്തുകളും കൽപ്പനകളും അതുപോലെ തന്നെ ഒഴിച്ചു നിർത്തേണ്ടുന്ന വിലക്കുകളും നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അക്കൂട്ടത്തിൽ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമ്മുടെ നിസ്കാരം പുരുഷന്മാർ ശർഈയായ ന്യായമായ അള്ളാഹുവിൽ ബോധിപ്പിക്കാവുന്ന കാരണങ്ങളില്ലെങ്കിൽ 5 നേരവും സുബ്ഹി മുതൽ ഇശാ വരെ മസ്ജിദിലെത്തി അള്ളാഹുവിന്റെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കുലികൾ മുഴങ്ങുന്ന മസ്ജിദുകളെത്തി ജമാഅത്തായി നിർവഹിക്കാനാണ് നമുക്ക് അള്ളാഹു ഫർദ് നിസ്കാരം ശർആക്കിയിട്ടുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യൽഖല്ലാഹ തആല ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാത്ത് ഹൈസു യുനാദി ബിഹിൻ. ആരാണോ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം, ആരാണോ മുസ്ലിമായി അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ആരാണോ ആഗ്രഹിക്കുന്നത്, ആർക്കാണോ അത് സന്തോഷം നൽകുന്നത്, അവൻ 5 നേരത്തെ നിസ്കാരങ്ങൾ അത് വിളിക്കപ്പെടുന്ന ഇടങ്ങളിൽ മസ്ജിദുകളെത്തി ജമാഅത്തായി നിർവഹിക്കട്ടെ. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനനൽ ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നബിക്കുമേൽ സുന്നത്തിന്റെ ചര്യകൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാഴ്ചവെച്ച സുഹൃതത്തിന്റെ മാർഗങ്ങൾ നമുക്കുമേൽ നിയമമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുക എന്നത്. ഇവിടെ പറഞ്ഞ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ സുന്നത്തുകളെ കുറിച്ചല്ല, വ്യാപകാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ച ദീനിന്റെ നന്മകളിൽ ഏറ്റവും ഉത്തമമായ അവിടുത്തെ സുന്നത്തുകളിൽപ്പെട്ട മഹനീയമായ നന്മയാണ് 5 നേരത്തെ നിസ്കാരം പുരുഷന്മാർ മസ്ജിദുകളിലെത്തി ജമാഅത്തായി നിർവഹിക്കുക എന്നത്. എന്നിട്ട് ആ ഹദീസിൽ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഭവനങ്ങളിൽ ചിലർ ജമാഅത്തായി നിർവഹിക്കാതെ വീടുകളിൽ നിസ്കരിക്കുന്നത് പോലെ ഈ സുന്നത്തിനെ ഒഴിവാക്കിയാൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങളുടെ റസൂലിന്റെ ചര്യയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് നിങ്ങൾ ഒഴിവാക്കിയത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലവലൽതും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് നിങ്ങളെ പഠിപ്പിച്ച ഈ നിർബന്ധമായ ചര്യ അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, അതായത് പുരുഷന്മാർ അകാരണമായി വീട്ടിൽ മസ്ജിദിലെത്തി നിസ്കരിക്കാതെ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തിയാൽ നിങ്ങളുടെ റസൂലിന്റെ സുന്നത്തിനെ, നിർബന്ധമായ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കി ലവലൽതും, അങ്ങനെ നിങ്ങൾ വഴികേടിലാകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖ് മഅലൂമുൻ നിഫാഖ്. നിഫാഖ് കൊണ്ട് അറിയപ്പെട്ട, സാക്ഷാൽ ഇസ്ലാമിനെ പുറമേക്ക് പ്രകടിപ്പിക്കുന്ന, അഭിനയിക്കുന്ന, ഉള്ളിൽ ഇസ്ലാമിനോടുള്ള ശത്രുതയും വിരോധവും ഒളിപ്പിച്ച, നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സാക്ഷാൽ മുനാഫിക്കുകളല്ലാതെ ബോധപൂർവം ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്താറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. വലഖദ് കാന അർ-റജുലു യുഅതാ ബിഹി യുഹാദാ ബൈന അർ-റജുലൈനി ഹത്താ യുഖാമ ഫി സഫ്. സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മെ കേൾപ്പിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ആളുകളുടെ തോളിൽ അവലംബിച്ച്, തോളിൽ തൂങ്ങി, തങ്ങളുടെ കാൽപാദങ്ങൾ മണ്ണിലൂടെ വലിച്ചിഴക്കപ്പെട്ട് മസ്ജിദിലെത്താൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അവർ ജമാഅത്ത് നിസ്കരിക്കാൻ മസ്ജിദിലെത്തുമായിരുന്നു. മസ്ജിദിലെത്താൻ എന്തെങ്കിലും രോഗമോ അവശതയോ അവരെ ബാധിക്കുകയാണെങ്കിൽ 2 ആളുകളുടെ തോളിൽ അവലംബിച്ച് കാല് മണ്ണിൽ വലിച്ചിഴക്കപ്പെട്ടവരായി മസ്ജിദിലെത്തി 5 നേരവും ഫർള് ജമാഅത്തായി നിർവഹിക്കാൻ സ്വഹാബികൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇത് റമളാനിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും എല്ലാ വഖത്തിലും സ്വഹാബത്തിന്റെ പാരമ്പര്യം ഇതായിരുന്നു. റമളാനിൽ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്നതിനാൽ നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അതിനാൽ എല്ലാ മുസ്ലിമും പുരുഷന്മാർ അവർ 5 നേരവും
ജമാഅത്തായി മസ്ജിദിലെത്തി നിസ്കരിക്കാൻ ശ്രദ്ധ കാണിക്കട്ടെ, അവരത് പാഴാക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവർ ശിരസാവഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ നമുക്ക് കാഴ്ചവെച്ച പാരമ്പര്യം എത്ര മഹിതമാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്, തുടർച്ചയായി 30 വർഷക്കാലം മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം മസ്ജിദിൽ ഉണ്ടാകും. 30 വർഷക്കാലം ഒരാളുടെയും പിന്നിൽ നോക്കി നിസ്കരിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സഫിൽ ഇമാമിന് പിന്നിൽ അദ്ദേഹം ഉണ്ടാകും. തുടർച്ചയായി 30 വർഷക്കാലം. സഹോദരങ്ങളെ, ഒരു റമളാനിലെങ്കിലും 30 ദിവസം, 30 വർഷം വേണ്ട, 30 മാസം വേണ്ട, 30 ദിവസമെങ്കിലും അല്ല, റമളാനിലെ നമ്മുടെ മറ്റു റമളാനിലല്ലാത്ത നിസ്കാരങ്ങൾ പരിശോധിച്ചാൽ ഒരു ദിവസം കൃത്യമായി ഇമാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മസ്ജിദിൽ ഉണ്ടാകുക, ഇമാമിന്റെ നേരെ പിന്നിൽ ആദ്യ സഫിൽ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടോ? 30 വർഷക്കാലത്തെ മുൻഗാമികളുടെ പാരമ്പര്യമാണിത്. റമളാനിലെങ്കിലും ഈ മഹത്തായ ഗുണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ബാങ്ക് കേട്ടിട്ടും മസ്ജിദിലെത്താൻ ഹൃദയത്തിനൊരു ചലനവും അനക്കവുമില്ലാത്ത യുവാക്കൾ, മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ, കുട്ടികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. പ്രായപൂർത്തിയായ കുട്ടികൾ, വീട്ടിൽ നിന്ന് മുതിർന്ന ആളുകൾ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ ബാങ്ക് കേട്ടാലെത്തും. കുട്ടികൾ എപ്പോഴും പ്രായപൂർത്തിയായിട്ടുള്ള ചെക്കന്മാർ, അവർ റോട്ടിലും വഴിയോരങ്ങളിൽ കറങ്ങി തിരിഞ്ഞു നടക്കും. ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന മുൻഗാമികൾ പറഞ്ഞു, ഇതിലൊരാൾ വിജയിച്ചാൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ കഴിച്ചിലായാൽ പരലോകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ രക്ഷപ്പെടും. ഈ വിഷയത്തിൽ അവൻ പരാജിതനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ്. ഈ നിസ്കാരം നമ്മൾ ചടങ്ങ് തീർക്കാനല്ല നിസ്കരിക്കേണ്ടത്. യാന്ത്രികമായ ശാരീരിക പ്രക്രിയയായി നമ്മുടെ നിസ്കാരം അതപ്പതിക്കരുത്. ചില ആളുകളുടെ നിസ്കാരം എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ചാൽ മതിയല്ലോ എന്നാണ് അവരുടെ വിചാരം. നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാം, എങ്ങനെയാണ് എന്റെ റുകൂവ്, എങ്ങനെയാണ് എന്റെ സുജൂദ്, ഞാൻ എങ്ങനെയാണ് കൈ കെട്ടേണ്ടത്, എങ്ങനെയായിരിക്കണം നിസ്കാരത്തിൽ എന്റെ അടക്കവും അനക്കവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പോലെയായിരിക്കണം. അവർ നമ്മോട് പഠിപ്പിച്ചത് അങ്ങനെയാണ്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നത്, എന്റെ നിസ്കാരം എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്, അതുപോലെ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുവിൻ എന്ന് സ്വഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്തിനോടാണ് ഈ കൽപ്പന. സ്വഹാബത്ത് കൃത്യമായി, കൃതകൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം ആധികാരികമായി ഓതന്റിക്കായ ഹദീസുകളിലൂടെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ കൃത്യമായി നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഹദീസുകളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണോ എന്റെ നിസ്കാരം, അതുപോലെയാണോ ഞാൻ നിർവഹിക്കുന്നതെന്ന് പരിശോധിക്കാൻ വരെ നമ്മുടെ മനസ്സിൽ ചിന്തയില്ല. സഹോദരങ്ങളെ, റമളാൻ നിസ്കാരത്തിന്റെ ആധികാരികത സുന്നത്തിനോട് അനുഗുണമായിട്ടാണോ എന്ന് ഉറപ്പിക്കാൻ നമ്മെ സഹായിക്കേണ്ട മാസമാണ്, ഉറപ്പുവരുത്തേണ്ട മാസമാണ്. ആ നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിലെ ബാഹ്യ രൂപത്തിനേക്കാളപ്പുറത്ത് നിസ്കാരത്തിന് ആന്തരികമായൊരു രൂപമുണ്ട്. ഏതാണ് ആ രൂപം? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധം, എന്റെ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ന ചിന്ത. മുൻഗാമികളുടെ നിസ്കാരം അങ്ങനെയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വിടവാങ്ങുന്നവന്റെ നിസ്കാരം പോലെ നീ നിസ്കരിക്കണം, നിന്റെ അവസാനത്തെ നിസ്കാരമാണ് ഇത് എന്ന അർത്ഥത്തിൽ നീ നിസ്കരിക്കണം. ഓരോ നിസ്കാരവും അങ്ങനെ നിസ്കരിച്ചു നോക്കൂ. ഇനി ഒരു നിസ്കാരത്തിന് എനിക്ക് അവസരമില്ല എന്ന ചിന്തയിൽ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു നിസ്കാരം, എന്തായിരിക്കും ആ നിസ്കാരത്തിന്റെ അവസ്ഥ? നോക്കൂ നിങ്ങൾ, മഹാനായ സുഫ്യാനു സൗരി റഹിമഹുല്ലാ, താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച അദ്ദേഹം, മൻസൂർ ഇബ്നുൽ മുഅ്തമിർ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പറ്റി പറയാണ്, അദ്ദേഹം എങ്ങാനും നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറഞ്ഞു പോകും, യമൂതു സഅ, ഇപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുമെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയായിരുന്നു മുൻഗാമികളുടെ നിസ്കാരം. മഹാനായ അബ്ദുറഹ്മാൻ അൽ അസദി റഹിമഹുല്ലാ, അദ്ദേഹം സഈദ് ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, ഓ അബു മുഹമ്മദ്, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വല്ലാതെ കരയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടല്ലോ, നിങ്ങളുടെ നെഞ്ചകം ഏങ്ങലടിക്കുന്നുണ്ടല്ലോ, എന്താണ് കാരണം? അദ്ദേഹം ചോദിച്ചു, എന്റെ സഹോദരപുത്ര, എന്തിനാണ് നീ അത് ചോദിക്കുന്നത്? എന്റെ ഇബാദത്തിനെ കുറിച്ച് നീ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം പറഞ്ഞു, ലഅല്ലല്ലാഹു അയ്യൻഫഅനി ബിഹി, ലഅല്ലല്ലാഹു അയ്യൻഫഅനി ബിഹി, അല്ലാഹു ഇതറിഞ്ഞാൽ എനിക്കതുകൊണ്ട് ഉപകാരം നൽകിയാലോ, താങ്കളുടെ നന്മയിലുള്ള മാതൃക എനിക്ക് സ്വീകരിക്കാമല്ലോ, എനിക്കത് പകർത്താനാണ് ജീവിതത്തിൽ. അതന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു,
മാ ഖുംതു ഫീ സ്വലാത്തിൻ ഇല്ലാ മസ്സൽതു ലി ജഹന്നം. ഞാൻ എപ്പോഴെല്ലാം നിസ്കരിക്കാൻ കൈകെട്ടുന്നുണ്ടോ അള്ളാഹുവിന്റെ ശിക്ഷയുടെ സങ്കേതമായ നരകത്തെ ഞാൻ ഭാവനയിൽ കൊണ്ടുവരും. നരകത്തിൽ ഞാൻ പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് വിധിക്കപ്പെട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. എന്റെ റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. അവനിലേക്ക് മഗ്ഫിറത്തിന്റെയും തൗബയുടെയും ചിന്തയോടെ ഹൃദയത്തിൽ അവനോടുള്ള ഭയഭക്തി നിറച്ച് അവന്റെ മുമ്പിൽ പൊട്ടിത്തകരാൻ എന്നെ അത് സഹായിക്കും. തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ നിസ്കാരം സഹായിക്കും. ഇങ്ങനെയുള്ള നിസ്കാരമാണ് എന്റെ നിസ്കാരം. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സഹോദരങ്ങളെ, എത്ര നിസ്കാരമാണ്! 4 റക്അത്തും 3 റക്അത്തും അതിൽ കുറവുമുള്ള ഫർള് നിസ്കാരങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ അല്ലാഹ് എന്ന ബോധമില്ലാതെ തൊട്ടു തീണ്ടാതെ എത്ര നിസ്കാരമാണ് സലാം വീട്ടി നാം പിരിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ കൈകെട്ടിയ ഒരു അടിമ അല്ലാഹുവിനെ അഭിമുഖീകരിച്ചാൽ അല്ലാഹു അവന്റെ തിരുവദനം, എല്ലാ മഹത്വത്തിനും അനുഗുണമായ അവന്റെ വദനം അടിമകളിലേക്ക് തിരിച്ചു വെക്കുമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഹമിദനി അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരാൾ ദുആ ചെയ്താൽ, പാരായണം ചെയ്താൽ, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് എന്ന സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ ആരംഭിച്ചാൽ അല്ലാഹു പറയും ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനിർ റഹീം അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമുദ്ദീൻ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വത്തെ വാഴ്ത്തിയിരിക്കുന്നു. അല്ലാഹുവിന് കൊടുക്കേണ്ട സ്തുതിയും അവന് കൊടുക്കേണ്ട പുകഴ്ചയും അവന്റെ മഹത്വത്തെ കുറിച്ചുള്ള ഉദ്ഘോഷണവും നിർവഹിച്ചതിന് ശേഷം, അല്ലാഹുവിന് നൽകേണ്ടതെല്ലാം നൽകിയതിനു ശേഷം പിന്നെ നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഊട്ടിയുറപ്പിക്കുകയാണ് അല്ലാഹുമായിട്ടുള്ള കരാർ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹു പറയുമെന്നാണ് വലി അബ്ദി മാ സഅൽ, ഇതാ എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണിത്. ഹാദാ ബൈനി വ ബൈന അബ്ദി, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ തൗഹീദും ഇസ്ലാമിന്റെ അടിത്തറയും നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലൂടെ ആവർത്തിച്ചൂട്ടിയുറപ്പിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നേരായ മാർഗത്തിലേക്ക്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, പിഴച്ചുപോയവരുടെ, നീ കോപിച്ചവരുടെ, ജൂത നസാറാക്കളുടെ മാർഗമല്ല, ശരിയായ ഇസ്ലാമിന്റെ തനതായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തേണമേ. ആമീൻ. ഇമാമും മഅ്മൂമും മസ്ജിദുകളിൽ സന്നിഹിതരാകുന്ന മലക്കുകളും ആമീൻ പറയും. അല്ലാഹു അത് സ്വീകരിക്കുമെന്നാണ് ഇൻഷാ അല്ലാഹ്. ഈ ദുആ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയുമെന്നാണ്, ഇതാ എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. ഇങ്ങനെ നമ്മുടെ നിസ്കാരം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ദുആകൾക്കും ദിക്റുകൾക്കും ഖുർആൻ പാരായണത്തിനും അല്ലാഹുവിന്റെ മറുപടിയും പ്രതികരണവും പ്രതിവചനവും നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സഹോദരങ്ങളെ, ഇങ്ങനെ നിസ്കരിക്കാൻ, നിസ്കാരം ആത്മാവിനെ സ്പർശിക്കുന്നതാവാൻ, ഖൽബ് കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബൂ സുർഅ അർ-റാസി റഹിമഹുല്ലാഹ് മുൻഗാമികളിൽപ്പെട്ട ഇമാമിയങ്ങളിലെ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം ദീർഘകാലം അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മാർഗത്തിൽ യാത്ര ചെയ്തതിനു ശേഷം തന്റെ നാട്ടിലുള്ള മസ്ജിദിൽ 20 വർഷക്കാലം തുടർച്ചയായി ഇമാമത്ത് നിർവഹിച്ചു. അദ്ദേഹം മസ്ജിദിലെ ഇമാമായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ മസ്ജിദിൽ സംഭവിച്ച അലങ്കാരമോ അതല്ലെങ്കിൽ മസ്ജിദിൽ സംഭവിച്ച പരിവർത്തനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ തന്റെ മസ്ജിദിൽ തന്നെ കാണാൻ വേണ്ടി വിദൂരദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഹദീസ് പഠിക്കാൻ വേണ്ടി ചിലരെത്തി. അങ്ങനെ അവരതാ അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന മിഹ്റാബിൽ ചില കൊത്തുപണികൾ, ചില എഴുത്തുകുത്തുകൾ, ചില എഴുത്തു ശകലങ്ങൾ കാണുകയാണ്. അവരതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, മസ്ജിദുകളുടെ മിഹ്റാബിൽ ഇങ്ങനെ എഴുത്തുകുത്തുകൾ രേഖപ്പെടുത്തുന്നതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, കരിഹു അഖ്വാമും മിമ്മൻ മലൗ, നമ്മുടെ മുമ്പുള്ള സലഫു സ്വാലിഹീങ്ങൾ അതിനെ വെറുത്തിരുന്നു, അത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്താണ് ഹുവദാ ഫി മിഹ്റാബിക കിതാബ, താങ്കളുടെ മിഹ്റാബിന് മുകളിൽ അതാ എഴുത്തുകളുണ്ടല്ലോ, കൊത്തുപണികളുണ്ടല്ലോ, താങ്കൾ അത് അറിഞ്ഞില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് റജുലുൻ യദ്ഖുലു അലല്ലാഹ് വയദ്രി മാ ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി സാഷ്ടാംഗം നമിക്കുന്ന ഒരു അടിമ അവൻ എങ്ങനെയാണ് അവന് മുമ്പിലുള്ള അല്ലാഹു അല്ലാത്ത
എന്തുമാകട്ടെ അതിനെ കാണുക. അള്ളാഹുവിന് മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന അദ്ദേഹം മിഹ്റാബിന് മുകളിലുള്ള എഴുത്തുകുത്തുകൾ 20 വർഷക്കാലമായി കണ്ടിട്ടില്ല എന്നാണ്. 20 വർഷക്കാലമായി. ഇത് വെറുതെ ഏതെങ്കിലും വാറോലകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഐതിഹ്യമോ അഡ്രസ് ഇല്ലാത്ത ചരിത്രമോ അല്ല, ആധികാരികമായ രേഖയിൽ സ്ഥിരപ്പെട്ട ചരിത്രമാണിത്. സഹോദരങ്ങളെ, അത്രമേൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നാൽ അള്ളാഹ് എന്നതു മാത്രമായിരുന്നു അവരുടെ ചിന്ത. മിഹ്റാബിൽ എഴുത്തിവെച്ച കൊത്തുപണികൾ വരെ അവർ കണ്ടിട്ടില്ല എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു റമളാനിലെങ്കിലും ഇങ്ങനെ ഒരു നിസ്കാരം നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാകണം. തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ഒന്നാമത്തെ സഫിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ 2 നിൽപ്പാണുള്ളത്. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന 2 അവസ്ഥ, ഒന്ന് ദുനിയാവിലാണ്, ഒന്ന് ആഖിറത്തിൽ മഹ്ശറിലാണ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് 5 നേരവും അവന്റെ മുമ്പിൽ കൈകെട്ടി സാഷ്ടാംഗം നമിക്കുന്ന നിസ്കാരങ്ങളിലാണ്. ഇതാണ് ദുനിയാവിലെ നൃത്തം. ആഖിറത്തിൽ മഹ്ശറിൽ അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പിലാണ് പിന്നീട് നമ്മൾ നിൽക്കേണ്ടി വരിക. ദുനിയാവിലെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തിൽ, നിസ്കാരത്തിൽ നമ്മൾ നിൽക്കേണ്ടതുപോലെ നിന്നാൽ, അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകളും ഭയഭക്തിയും ഖുശൂഉം ഇഖ്ലാസും നമ്മൾ പാലിച്ചാൽ, നമ്മുടെ നിസ്കാരം ഹൃദയം തൊടുന്ന ആത്മാവുള്ള യാന്ത്രികമല്ലാതെ നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരമായാൽ, ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലെ യഥാർത്ഥ നിൽപ്പ്, വിചാരണ നിൽപ്പ്, അത് ലഘൂകരിക്കപ്പെടും, അത് നമുക്ക് എളുപ്പമുണ്ടാക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ നാവിന് നമ്മൾ നിയന്ത്രണം കാണിക്കുക. നമ്മുടെ നാവിന് കടിഞ്ഞാനിടുക. ഒരാളെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അരുതായ്മയോ അനാവശ്യമോ സംസാരിക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ ഗൗരവം കൽപ്പിക്കാത്ത ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, പ്രത്യേകിച്ച് ഗൗരവം കൽപ്പിക്കാതെ നമ്മൾ ഉരിയാടുന്ന ഒരൊറ്റ വാക്ക്, ഫീഹാ യസില്ലു ബിഹാ ഇലന്നാരി അബ്അദ് മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിനും പടിഞ്ഞാറിനും അകലത്തിൽ ആ ഒരൊറ്റ വാക്ക് കൊണ്ട് നമ്മൾ നരകത്തിൽ ആപതിക്കുമെന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസാണ്. ഒരൊറ്റ വാക്ക്, നമ്മൾ ഗൗനിക്കാത്ത ഒരൊറ്റ വാക്ക് കൊണ്ട് നമ്മളുടെ പരലോകം നഷ്ടമാകുമെങ്കിൽ എത്ര വാക്കുകളാണ് അനാവശ്യമായി. ഇതാ റമളാൻ തുടങ്ങി, 2ാമത്തെ നോമ്പിലാണ്. റമളാൻ ആരംഭിച്ചത് മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്? നമ്മൾ വിചാരണ ചെയ്യണം. നമ്മൾ വിചാരണ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ വാക്കുകളെ നമ്മൾ ചൂഴ്ന്നു കീറി പരിശോധിച്ചിട്ടില്ലെങ്കിൽ, അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മോടൊപ്പം സന്നിഹിതരാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരു വാക്ക് നാം ഉരിയാടുന്നുണ്ടോ അത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി രേഖപ്പെടുത്താൻ സജ്ജരായ 2 മലക്കുകൾ തയ്യാറായി നിൽക്കാതെ ഒരു വാക്കും ഒരാളും ഉരിയാടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നന്മയാണെങ്കിൽ മാത്രം സംസാരിക്കുക. നന്മക്കും തിന്മക്കും ഒരുപോലെ സാധ്യതയുള്ളതാണെങ്കിൽ മിണ്ടാതിരിക്കുക. തിന്മയാകുന്ന സംസാരം നമ്മുടെ നോമ്പിനെ നശിപ്പിച്ചു കളയും, നമ്മുടെ ഇബാദത്തുകളെ ബാത്തിലാക്കി കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹറാമായ സംസാരങ്ങൾക്കപ്പുറത്ത് ഹലാലായ ദുന്യവിയായ സംസാരങ്ങൾ വരെ അനാവശ്യത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകും. അതിനപ്പുറത്ത് നമ്മുടെ സംസാരങ്ങൾ ഏത് രൂപത്തിലാണ്, എന്തിനെ കുറിച്ചാണ്, ഏതർത്ഥത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, 4ാമതായി ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ നോട്ടം, നമ്മുടെ കാഴ്ചകൾ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കുക. പരിശുദ്ധ റമളാനിലെ നോമ്പ് കൊണ്ട് നമ്മൾ നിയന്ത്രണം സമ്പാദിക്കേണ്ടുന്ന ഒരു രംഗമാണ് നമ്മുടെ കാഴ്ചകളും നോട്ടങ്ങളും എന്നുള്ളത്. സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് നാം ആസ്വദിക്കുന്ന ഏതൊരു ഹറാമും, കാണാൻ പാടില്ലാത്ത കാഴ്ചകളും നമ്മുടെ ഹൃദയത്തിലാണ് പ്രതിഫലിക്കുന്നത്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ അൽ ഐനു മിർആത്തുൽ ഖൽബ്, കണ്ണ് എന്നത് ഹൃദയത്തിന്റെ കണ്ണാടിയാണ്.
കണ്ണിൽ നോക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കും, യാതൊരു സംശയവുമില്ല. കണ്ണിന്റെ നോട്ടം അഴിച്ചുവിട്ടാൽ അത് കേടുവരുത്തുന്ന നമ്മുടെ കൽബനെയാണ്. കൽബ് കേടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശരീരം മുഴുവൻ കേടാകും. വാക്കും പ്രവൃത്തിയും നിലപാടും സമീപനവും പെരുമാറ്റവും സ്വഭാവവും എല്ലാം കേടാകും. കൽബ് കേടായാൽ, കൽബ് കേടാകുന്നതിന്റെ അടിസ്ഥാനം കണ്ണ് കേടാകുന്നതാണ്. അതുകൊണ്ട് കണ്ണുകളെ നിയന്ത്രിക്കുക, ദൃഷ്ടിയെ നിയന്ത്രിക്കുക. നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സുഹൃതങ്ങളെ നശിപ്പിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും നശിപ്പിക്കുന്ന പിശാചിന്റെ ആയുധമാണ്, അവന്റെ അസ്ത്രമാണ്, അവന്റെ ഒളിയമ്പാണ് കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അനാവശ്യമായ ഹറാമിലേക്കുള്ള വ്യതിചലനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ഈമാനുള്ളവരെ നിങ്ങൾ ശൈത്താന്റെ കാൽപ്പാടുകൾ പിന്തുടരരുതേ. ശൈത്താനിന്റെ കാൽപ്പാടുകളിൽ പ്രധാനപ്പെട്ട അവൻ നമ്മെ വഴിയൊരുക്കി കാത്തിരിക്കുന്ന അവന്റെ കുതന്ത്ര വലയമാണ് കണ്ണിന്റെ ഹറാമായ നോട്ടങ്ങൾ. വമൻ യത്തബി ഖുതുവാതി ശൈത്താൻ, ആരാണോ ശൈത്താന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, ശൈത്താൻ അവരോട് തിന്മകളും വൃത്തികേടുകളും മ്ലേച്ഛതകളും കൽപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കണ്ണുകളെ നിയന്ത്രിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയുക നബിയെ, അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ ഹറാമുകളിൽ നിന്ന്, വയഹ്ഫദൂ ഫുറൂജഹും, അങ്ങനെ അവർ അവരുടെ ലൈംഗിക വിശുദ്ധി പാലിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ആത്മപരിശുദ്ധി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൃഷ്ടികളെ നിയന്ത്രിക്കുക, താഴ്ത്തുക എന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, ദൃഷ്ടികളെ താഴ്ത്താൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ഇതാണ്. നീ പ്രവർത്തിക്കുന്നതെല്ലാം നിന്റെ റബ്ബ് സദാ കാണുന്നു. നീ എന്തു കാണുമ്പോഴും ആര് കാണില്ല എന്ന് കരുതി നിന്റെ വീടിന്റെ മൂലയിൽ നിനക്ക് അനുവദിച്ച മുറിയിൽ, നിന്റെ സ്മാർട്ട് ഫോണിൽ വിരൽത്തുമ്പിൽ നിർബാധമൊഴുകുന്ന ഇന്റർനെറ്റിൽ നീ ആസ്വദിക്കുന്ന ഹറാമുകൾ ആര് കാണില്ല എന്ന് നീ ഉറപ്പിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാതെ നിനക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അവൻ കേൾക്കാതെ നിനക്കൊന്നും ഉരിയാടാൻ സാധിക്കുകയില്ല. അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് തെന്നി മാറി നിനക്കൊരു ചാൺ പോലും, ഒരിഞ്ചു പോലും അനങ്ങാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ നീ ഭയപ്പെടുക. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുകയും വിവരമറിയിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ, ദൃഷ്ടികൾ ഹറാമുകളിൽ നിന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ നിസ്കാരം മെച്ചപ്പെടും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഈ റമദാനിലെങ്കിലും നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കൂ. ഒരു ഹറാമ് പോലും ബോധപൂർവം, മനഃപൂർവ്വം എന്റെ കണ്ണുകൊണ്ട് ഈ റമദാനിൽ ഞാൻ കാണുകയില്ല തന്നെ എന്നുറപ്പിച്ചുകൊണ്ട് ഈ റമദാൻ നിങ്ങളൊന്ന് സമ്പന്നമാക്കി നോക്കൂ. നിങ്ങളുടെ ഇബാദത്തുകൾ, അതിന്റെ ആസ്വാദനം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ബോധം നിങ്ങളുടെ മനസ്സ് തൊട്ടറിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് കണ്ണുകളുടെ നിയന്ത്രണം ഹലാവത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മാധുര്യം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുമെന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അതോടൊപ്പം റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നത്. ഖുർആൻ പാരായണം സാധിക്കുന്നത്ര വർദ്ധിപ്പിക്കുക എന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സാരോപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്കുള്ള ശമനൌഷധം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും സന്മാർഗവും ഇതാ വന്നെത്തിയിരിക്കുന്നു. ഖുർആൻ സന്മാർഗമാണ്. ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് ശമനമാണ്. ഖുർആൻ നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിച്ച അവന്റെ സാരോപദേശമാണ്. പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞു വായിക്കാൻ, അല്ലാഹുവിന്റെ സംസാരം ഹൃദയത്തെ സ്പർശിക്കുന്നത് പോലെ വായിക്കാൻ, ഖുർആൻ അർത്ഥമറിയാതെ വായിക്കുന്നതോടൊപ്പം അതിന് പ്രതിഫലമുണ്ട് എന്നതോടൊപ്പം അത് വിസ്മരിക്കാതെ അർത്ഥമറിഞ്ഞു വായിക്കുന്ന ഹൃദയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് റമദാനിൽ തൊട്ടറിയാനും തിരിച്ചറിയാനും നമ്മൾ സമയം കണ്ടെത്തണം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അതിനുള്ള അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നാലാമതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അഞ്ചാമതായി പറയട്ടെ, റമദാനിൽ ധാരാളം ദിക്റുകൾ, ഒരല്പസമയം കൂടുതൽ നമ്മൾ സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരം നൽകുമാറാകട്ടെ. റമദാനിൽ നമ്മുടെ ഇബാദത്തുകളിൽ സ്ഥാനം പിടിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കസ്റത്തു ദിക്ർ, ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഹൃദയത്തിന് സമാധാനം നൽകും, മനസ്സകങ്ങൾക്ക് ആശ്വാസം പകരും. നമ്മുടെ ഹൃദയം വിശാലമാകുന്നത് പോലെ
നെരിഞ്ഞമർന്ന ഹൃദയങ്ങളിൽ സമാധാനം കണ്ടെത്തുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. സഹോദരങ്ങളെ, ദിക്റുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മുഖയ്യദായ ദിക്ർ, പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ. അതെപ്പോഴൊക്കെയാണ്? നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. പരിശുദ്ധ റമളാനിൽ പോലും നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ ചെല്ലാൻ പോലും പലർക്ക് സമയമില്ല. സലാം വീട്ടിയ ഉടനെ എണിച്ചോടുകയാണ്. ഓടിയിട്ട് എന്താണ് സഹോദരങ്ങളെ നമുക്ക് നേടാനുള്ളത്? അള്ളാഹു എഴുതി വെച്ച നമ്മൾ ആഗ്രഹിക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, അതെന്നോ രേഖപ്പെടുത്തിപ്പെട്ട് കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ദിക്റും ചെല്ലാതെ സുന്നത്ത് നിസ്കരിക്കാതെ പാഞ്ഞു കഴിഞ്ഞാൽ അല്ല രേഖപ്പെടുത്തിയതിനപ്പുറത്ത് കിട്ടുമെന്ന വ്യാമോഹമാണ് നമുക്കെങ്കിൽ ബുദ്ധിയുള്ളവൻ അങ്ങനെ ചിന്തിക്കുമോ? നീ എത്ര തലകുത്തി മറിഞ്ഞാലും, നീ ആയുസ് മുഴുവൻ ഓടിയാലും അള്ളാഹു രേഖപ്പെടുത്തിയതിനപ്പുറത്ത് ഒരു ചില്ലിക്കാശ്, ഒരു ഉറുപ്പ്യ അധികം നിനക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല. ഉറപ്പിച്ചു വെച്ചോളൂ. എന്നാൽ അള്ളാഹിനെ പേടിച്ച് ജീവിച്ചാൽ, അല്ല പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ല എളുപ്പം ചെയ്യും. വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു അന്നം നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ വിട്ടുകളയരുത്. രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകൾ, സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ മസ്ജിദിൽ നിന്ന് ചെല്ലേണ്ടുന്ന ഓതന്റിക് ആയിട്ടുള്ള ആധികാരികമായ റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ എമ്പാടുമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും, ഒരു റമദാനിൽ പോലും അതുരിയാടാൻ ഭാഗ്യം ലഭിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊന്ന് അന്വേഷിക്കണം, പഠിക്കണം, കണ്ടെത്തണം. മൊബൈൽ ആപ്ലിക്കേഷനായി നമ്മുടെ വിരൽത്തുമ്പിൽ സൗകര്യമുണ്ട്. അദ്കാറു സ്വബാഹി വൽ മസാ, അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിന് ശേഷം മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നവരെ ഇടയിൽ നമുക്ക് ചൊല്ലേണ്ടുന്ന വൈകുന്നേരത്തെ പ്രദോഷത്തിലെ ദിക്റുകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ റമദാനിൽ നമ്മൾ സമയം കണ്ടെത്തണം. മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ, മസ്ജിദിൽ നിന്ന് മടങ്ങുമ്പോൾ, ഇങ്ങനെ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമയം നിശ്ചയിച്ച ഉപാധി വെച്ച ദിക്റുകളുണ്ട്, അധികരിപ്പിക്കണം, ശീലമാക്കണം. അതല്ലാതെ നിരുപാധികം പ്രത്യേക സമയമെന്നില്ലാതെ, കണക്കില്ലാതെ ചൊല്ലാവുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാറുകൾ കണക്കും കയ്യുമില്ലാതെ, പ്രത്യേക അവസരമെന്നില്ലാതെ അധികരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ട ദിവസമാണ്. സ്വലാത്തും സലാമും അധികരിപ്പിക്കുക. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടിയുള്ള ദിക്റുകൾ നിരുപാധികം ചെയ്യാവുന്നതും പ്രത്യേകമായി ചെയ്യാവുന്നതും അധികരിപ്പിക്കുക. സ്വദഖകൾ അധികരിപ്പിക്കുക. പരിശുദ്ധ റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മഹത്തായ മറ്റൊരു ഇബാദത്താണ്, നന്മയാണ് സ്വദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, സ്വദഖകൾ പാപങ്ങളെ കരിച്ചു കളയുമെന്നാണ്. തീയിനെ വെള്ളം കരിച്ചു കളയുന്നത് പോലെ, ഇല്ലാതാക്കി കളയുന്നത് പോലെ, വെള്ളം കൊണ്ട് തീ അണയപ്പെടുന്നത് പോലെ പാപങ്ങളെ സ്വദഖകൾ അണച്ചു കളയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ദിക്റുകളോടൊപ്പം ദുആ ചെയ്യാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്തുക. ദുആക്ക് പ്രത്യേകം ഇജാബത്ത് ലഭിക്കും, ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി മറ്റു ഇബാദത്തുകളെക്കാൾ താല്പര്യം കാണിക്കുക. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം അവിടെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം, ദുആയും ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ മുന്തിക്കേണ്ട ദുആ ചെയ്യാനാണ്. ഖുർആൻ പാരായണം അതല്ലാത്ത സമയത്ത് നമുക്ക് നിർവഹിക്കാം. പക്ഷേ ദുആക്ക് പ്രത്യേകം ഇജാബത്ത് കിട്ടുമെന്ന ആ സമയം അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിസ്കാരത്തിലെ സുജൂദിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ് വെള്ളിയാഴ്ച ഇതാ ഖതീബ് മിമ്പർമ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നവരെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിന് ശേഷം മഗ്രിബിന്റെ ഇടയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രത്യേക സമയമാണ്. ദുആ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ റമളാനിനെ പറ്റി, നോമ്പിനെ പറ്റി അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആയത്തുകളുടെ അവസാനം, ആ പേജിന്റെ അവസാനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്തുള്ള പേജിന്റെ അവസാനം നിങ്ങളൊന്ന് പോയി പരിശോധിച്ചു നോക്കുക. അല്ലാഹു ആ പേജിനെ അവസാനിപ്പിക്കുന്നത് ഈ ആയത്ത് കൊണ്ടാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബൂ ലീ വലിയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറയുക നബിയെ, ഞാൻ അവർക്ക് എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആയിരുന്നാൽ, എന്നോട് തേടിയാൽ, എന്നോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അല്ലാഹു പറയാണ്, അങ്ങനെ എന്റെ വിളിക്ക് അവർ ഉത്തരം ചെയ്യട്ടെ, എന്നോട് മാത്രം തേടുക, ഞാൻ നിയമമാക്കിയത് അവർ പ്രവർത്തിക്കുക, ഞാൻ ഹറാമാക്കിയത് അവർ ഒഴിവാക്കുക എന്ന എന്റെ ആഹ്വാനത്തിന് അവർ ഫലയസ്തജീബൂ ലീ ഉത്തരം ചെയ്യട്ടെ, വലിയുമിനൂ ബി എന്നിൽ അടിയുറച്ച് വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷദൂൻ അവർ ദുനിയാവിലും
നാളെ ആഖിറത്തിൽ നേർമാർഗം പ്രാപിക്കുന്നവരാകും എന്ന് അല്ലാഹു പറയുന്നു. നോമ്പിന്റെ ആയത്തുകളുമായി കണക്ട് ചെയ്തിട്ടാണ് ദുആഇന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. നോമ്പിൽ റമദാനിൽ ദുആക്ക് അപാരമായ സ്ഥാനമുണ്ട്, അത്ഭുതകരമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ദുആകൾ അധികരിപ്പിക്കുക, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.